ക്രിസ്റ്റീന, ആ കാറ് അല്പം മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ആദ്യം കടന്ന ഭാഗത്ത് നിന്നും അല്പം മാറ്റി മുകളിലേക്ക് കാർ ഇപ്പോൾ ഉയർത്തി മാറ്റിയിട്ടുണ്ട്. അത് നാട്ടുകാരുടെ വലിയൊരു ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ആ കാറ് അല്പം എങ്കിലും മുഴുവനായിട്ട് മുകളിലേക്ക് ഉയർത്താനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ അല്പം മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. മറ്റൊരു വാഹനത്തിൽ കയർ കെട്ടി വലിച്ചുകൊണ്ടാണ് അവർ ആ കാറ് മുകളിലേക്ക് ഉയർത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇതൊരു വലിയ തോടാണ് ക്രിസ്റ്റീന. അതിലേക്ക് നല്ല ആഴമുള്ള ഒരു തോടാണ് ഇത് എന്ന് പറയുന്നത്. ഇവിടെ പരിചയമില്ലാത്ത ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ വലിയൊരു അപകട സാധ്യതയുള്ളൊരു തോടാണ്. അതാണ് ഇന്ന് രാവിലെ സംഭവിച്ചതും. അതായത് ശക്തമായിട്ടുള്ള വെള്ളക്കെട്ടാണ് ഈ ഭാഗത്തുള്ളത്. അപ്പം റോഡും തോടും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ ഒരേ നിരപ്പിലാണ് ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടാകുന്നതും. ഈ തോടിന് ഒരു വശത്തായിട്ട് ഒരു ചെറിയ വഴിയുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയ വഴി, അല്ല ആളുകൾക്ക് നടന്നു പോകാനും ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വഴിയാണ് ആ ഭാഗത്തുള്ളത്. മറ്റ് ഈ ഇങ്ങനെ ഒരു തോടുണ്ടോ എന്നോ റോഡിന്റെ എൻഡാണോ എന്നോ അങ്ങനെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു സൈൻ ബോർഡുകളും ഈ ഭാഗത്തില്ല. അത് നമ്മൾ ആദ്യം നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അവരതിന്റെ വലിയൊരു പരാതിയും പറയുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇരുട്ടായിട്ടുണ്ട് എങ്കിൽ ഈ തോടും ഈ റോഡും തമ്മിൽ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ഈ തോടിൽ നിന്നും വെള്ളം കയറി മൊത്തത്തിൽ ഒരേ നിരപ്പിൽ വെള്ളക്കെട്ടുമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ലൈറ്റും കൂടെ ഇല്ല എങ്കിൽ ഇവർക്ക് ഈ തോടും തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പരിചയമുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴായിട്ടും അപകടം ഉണ്ടായിട്ടുണ്ട് എന്നും ഇവർ തന്നെ പറയുന്നുണ്ട്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ വീടിന്റെ അടുത്തുള്ള ഒരു വ്യക്തി ഈ ബൈക്കിൽ പോകുമ്പോൾ തോടിലേക്ക് വീഴുന്നത്. അപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അതൊരു അപകടം ഉണ്ടാക്കാനും സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഇന്ന് രാവിലെ സംഭവിക്കുന്നതും. 5:45 ഈ അപകടം ഉണ്ടാക്കുന്നത്. ഒരു ഊബർ ഡ്രൈവറാണ്. അവർ ഈ മറ്റൊരു ആളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പിക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തേക്ക് എത്തിയതാണ്. പക്ഷേ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് അവർ ഈ ഭാഗത്തേക്ക് വരുന്നതും. അതൊരു ചെറിയ വഴിയാണ്. ആ വ്യക്തിക്ക് ഈ വെള്ളക്കെട്ട് അല്ലെങ്കിൽ തോട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആ റോഡിന് സമാനമായിട്ടാണ് ഈ തോടിലും വെള്ളം നിറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ റോഡിലെ വെള്ളക്കെട്ടാണ് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് വാഹനം എടുക്കുന്നത്. പിന്നീട് വെള്ളത്തിലേക്ക് വീണപ്പോൾ ഈ ഗ്ലാസ് താത്തിക്കൊണ്ട് അദ്ദേഹം മുകളിലേക്ക് കയറിയത് കൊണ്ടാണ് വലിയൊരു അപകടത്തിൽ നിന്നും ഒഴിവായത്. പിന്നീട് ഈ നാട്ടുകാരൊക്കെ ഒത്തുകൂടി ഈ വാഹനം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് രാവിലെ മുതൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ അല്പം മുകളിലേക്ക് വാഹനം ഉയർത്തിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ഇതിനകത്ത് പറയേണ്ട ഒരു കാരണം സൈൻ ബോർഡുകൾ ഒന്നുമില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഒരു വലിയ പരാതി ഈ ഭാഗത്തേക്ക് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കാർ ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്.